കാസർഗോട്ട് തളങ്കരയിലെ മാലിക് ദിനാർ മസ്ജിദ്. ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം ആശ്ലേഷിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹം നെഞ്ചിലേറ്റി ഇവിടെ എത്തിയ മാലിക് ദിനാറും സംഘവും കൊടുങ്ങല്ലൂരിൽ ആദ്യ പള്ളി സ്ഥാപിച്ചു. തുടർന്ന് ഉത്തര മലബാറിലും ദക്ഷിണ കർണാടകയിലുമായി നിരവധി പള്ളികൾ സ്ഥാപിച്ചു. അതിൽ 8ാമത്തേതായിരുന്നു തളങ്കരയിലെ ഈ ഹസ്രത്ത് മാലിക് ദിനാർ പള്ളി. മറ്റു പള്ളികൾ കൊല്ലം, ഏഴിമല, ധർമ്മടം, ബാർക്കൂർ, ശ്രീകണ്ഠേശ്വരം, വളപ്പട്ടണം, മാടായി, പന്തലായിനി, ചാരിയം എന്നിവിടങ്ങളിലായിരുന്നു. മരങ്ങളിൽ അതിസൂക്ഷ്മമായ കൊത്തിയുണ്ടാക്കിയ കൊച്ചു പുഷ്പങ്ങളും വള്ളികളും ഇലകളും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വാസ്തുശില്പ മികവാണ് ഇവിടെ വരച്ചു കാട്ടുന്നത്. തളങ്കര, കൊടുങ്ങല്ലൂർ പള്ളികളുടെ വാസ്തു സമാനമാണെന്ന് തന്നെ പറയും. മാലിക് ഇബ്നു ദിനാർ മസ്ജിദിൽ 3 വർഷത്തിൽ ഒരിക്കൽ ഉറൂസ് നടക്കുന്നുണ്ട്. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഉറൂസുകളിലൊന്നാണിത്. മതപ്രഭാഷണങ്ങളും ആത്മീയ സദസ്സുകളും മൗലിദ് പാരായണങ്ങളും അന്നദാനവുമെല്ലാം ഈ ഉറൂസിന്റെ പ്രത്യേകതയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ഉറൂസിനും ഇവിടെ എത്താറുള്ളത്. പണ്ട് പള്ളിയിലെ അംഗശുദ്ധി വരുത്തുന്ന കുളമുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരികയായിരുന്ന വലിയൊരു കല്ല് ചന്ദ്രഗിരി പുഴയിൽ മുങ്ങിപ്പോയി. കുറച്ചപ്പുറത്തുള്ള ഗ്രാമത്തിൽ നിന്ന് 2 തോണികൾക്ക് മുകളിൽ വെച്ച് കല്ല് കൊണ്ടുവരുമ്പോൾ തോണികൾ മറിയുകയായിരുന്നു. ആ കല്ല് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അന്ന് അവിടെ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ ആ കല്ല് കണ്ടെത്തുവാൻ ആരും ശ്രമം നടത്തേണ്ട, പൊരുത്തമുണ്ടെങ്കിൽ ഏത് വെള്ളത്തിലാണ്ട് പോയാലും കല്ല് ഇവിടെ എത്തും എന്ന് പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം എല്ലാവരും നോക്കി നിൽക്കെ തോണിയിൽ നിന്ന് കെട്ടഴിഞ്ഞ് ഇഴഞ്ഞു വരുന്നത് പോലെ കല്ല് ഇവിടെ കരയ്ക്കടിഞ്ഞു. പുതിയ പള്ളിയുടെ പ്രസംഗപീഠം ഇവിടെ കാണാം. മാലിക് ദിനാറും കൂട്ടരും മക്കയിൽ നിന്നും അതിവിശിഷ്ടങ്ങളായ 13 വെണ്ണക്കല്ലുകൾ പള്ളി നിർമ്മാണത്തിനായി എത്തിച്ചിരുന്നു. ആ കല്ലുകൾ ഓരോ പള്ളിയുടെയും ശിലാസ്ഥാപനത്തിനായി ഉപയോഗിച്ചു. മക്ക മരുഭൂമിന്റെ ആത്മീയ ഗന്ധമുള്ള വെണ്ണക്കല്ലുകളിലൊന്ന് ഈ പള്ളിയിലും പതിഞ്ഞു കിടപ്പുണ്ട്. മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളാണ് പള്ളിയുടെ തറക്കല്ലായി ഇട്ടതെന്നും കരുതപ്പെടുന്നു. മരത്തിൽ തീർത്ത വാതിലുകളും ജനലുകളും പ്രസംഗപീഠമായ മിമ്പറുമെല്ലാം പഴയകാല വാസ്തു സൗന്ദര്യത്തിന്റെ വിലപ്പെട്ട അടയാളങ്ങളായി ഇവിടെ നിലകൊള്ളുന്നു. പ്രധാന വാതിൽപ്പടിയിൽ കൊത്തിവെച്ച അറബി ലിഖിതം പള്ളിയുടെ ചരിത്രത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹിജ്റ 22 അറബി മാസമായ രജബ് 13 തിങ്കളാഴ്ച ഒരു ജുമാ മസ്ജിദ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ആ ലിഖിതം. ഈ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് പള്ളി പണിത മാലിക് ഇബ്നു ദിനാറാണെന്ന് തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. മതപ്രബോധനത്തിനായി വന്ന അദ്ദേഹം തിരിച്ചുപോയി. ഖുറാസാൻ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. അന്ന് മാലിക് ഇബ്നു ദിനാർ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന മാലിക് ഇബ്നു മുഹമ്മദുൽ ഖുർഷി എന്ന പ്രവാചകന്റെ അനുചരനാണ് ഇവിടെ മാലിക് ദിനാർ പള്ളിവളപ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അന്ന് മാലിക് ദിനാറും സംഘവും ഇവിടെ എത്തിയപ്പോൾ ഓരോ പള്ളിയുടെയും ചുമതല വഹിക്കാൻ ഓരോ ഖാസിമാരെയും നിയമിച്ചിരുന്നു. തളങ്കരയിലെ ഈ പള്ളിയുടെ ആത്മീയ ആചാര്യനായി ചുമതലപ്പെടുത്തിയത് ഇപ്പോൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മാലിക് ഇബ്നു മുഹമ്മദുൽ ഖുർഷിയെയായിരുന്നു. AD 642 പണി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഈ മസ്ജിദ് പല കാലങ്ങളിലായി പുനർനിർമ്മിച്ചതാണ്. അതിന്റെ ഏറ്റവും അകത്തെ ഭാഗത്താണ് മാലിക് ഇബ്നു ദിനാറും സംഘവും നിർമ്മിച്ച പള്ളി നിലകൊണ്ടത്. മണ്ണും കല്ലും മരവും കൊണ്ടുണ്ടാക്കിയ ആ പഴയ പള്ളി ഓലമേഞ്ഞതായിരുന്നുവെന്നാണ് പഴയ രേഖകൾ പറയുന്നത്. 1802 അന്നത്തെ ഖാസിയായിരുന്ന ഇബ്രാഹിം മുസ്ലിയാർ പുതുക്കിപ്പണിത പള്ളിയാണ് ഇപ്പോഴുള്ള പള്ളി കെട്ടിടങ്ങൾ നടുവിലായി കാണുന്ന പഴക്കം ചെന്ന ഈ നിർമ്മിതി. ഒരു തീർത്ഥാടന കേന്ദ്രമായ ഇവിടം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കാണാനെത്തുന്നു.